ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഇൻ്റർനെറ്റ് കഫേ സിമുലേറ്റർ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയെന്നല്ല കളിക്കാൻ ഗൈസ്. അതൊക്കെ നല്ല സ്കൂബ ഒക്കെ കളിക്കാല്ല. എൻ്റെ പൈസയൊന്നും ഇല്ല ഇപ്പോൾ. 2000 ഉറുപ്പ്യ ഉണ്ട്. ഇതെന്ത് സാധനം? നക്ഷത്രം. ഓക്കെ, അബിലിറ്റി കിട്ടി. ഓക്കെ, എനർജി വിറ്റിയ കൂട്ടി എനർജി കൂട്ടി. വാ, മാപ്പ് ഗൈസ്. നമ്മളെ പീടിയടയിൽ ഞാനിപ്പോൾ ഇടയില്ലേ, എൻ്റെ പീടിയട അതിടാ ഇൻ്റർനെറ്റ് കഫേ. അതൊന്നും വിശ്വസിക്കാം, നമുക്ക് പോയേക്കാല. ഇത് 0 ഇൻ്റർനെറ്റ് ഫ്രിഡ്ജിലൊന്നും ഇതില്ല ഗൈസ്. നമുക്ക് പോവാ ഗൈസ്. ഇപ്പോൾ തുറക്കുക. നമുക്ക് നേരെ പോവാം. എന്തൊരു സ്റ്റിക്കാണെന്ന്. ഇത് ഓണാക്കണമല്ലോ. ഏതാണ് ഇപ്പോൾ ഓണാക്കേണ്ടത്? ലെവേറ്റർ ബട്ടൺ ഇതാണോ? അതെ, അങ്ങനെ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് നമ്മളെ പീടിയിലേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്. പ്രസ് ഷാഡോ. താലേക്ക് പോകണമെങ്കിൽ ഇത് ഞെക്കണം. ആഡ്സ് ലോഡിങ്. എന്തോ ആഡ് വരുന്നുണ്ട്. ഇല്ല, ആഡ് വരാതിരിക്കാൻ ഞാൻ അതിൽ പോയിട്ട് ആഡിൻ്റെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാത്തത്. ഇവിടെ എന്തെല്ലാം ഉണ്ട്? നമുക്കിവിടെയാണ് വേണ്ടത്. ഇതിൻ്റെ താഴെയാണ്. ഇത് ഞാൻ മുമ്പ് ഒരിക്കൽ കളിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ചെറുതായിട്ടുള്ള ഓർമ്മയുണ്ട്. നമുക്ക് ഹങ്കർ വേണം. ബൈക്ക് ഒന്നെന്തെങ്കിലും ഫുള്ളാക്കാം. നമുക്ക് സ്പീഡ് വീടിന് ഇങ്ങോട്ടോ പോയിട്ടാകുമ്പോഴാണ് എൻ്റെ പീടിയ നോക്കട്ടെ. ആപ്പ് ഞാനും വീഡിയോയില്ലേ. ഒന്നും ഓപ്പൺ ആവില്ല. ഇപ്പോൾ പിടിയിട്ട് ഇതാണ് എൻ്റെ പീടിയ. കോഫിയുടെ ചിഹ്നമില്ലേ, ഇതാണ് എൻ്റെ പീടിയ. ഇത് പോലീസുകാരൻ. ഇയാളുടെ കുറിച്ചിട്ട് എന്തോ ഉണ്ടല്ലോ, എനിക്ക് എന്തോ ഓർമ്മയില്ല. ഇയാളോട് വേണ്ടിയിട്ട് മുറുക്ക് കൊടുക്കണം. പോയിട്ട് പണ്ടൊക്കെ അല്ലെങ്കിൽ എൻ്റെ കഞ്ചിൻ്റെ പൈസ തരാം. അപ്പോഴാണ്. പക്ഷെ ഇതൊക്കെ കളിക്കുമ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു അയാൾക്ക് പൈസ കൊടുത്താൽ നമുക്ക് ഉപകാരമുണ്ട്. അത് വേറൊരു കാര്യമാണ് ഗൈസ്. നമുക്ക് അത് ലൈറ്റ് ഒന്നും ഓണാക്കി വെക്കാം. ഭഗവാനെ, എന്തൊരു കോട്ടമാണ് ഇത്! ആര് പണി ഇത് കൂട്ടിട്ടുണ്ടായാലാണ്? എന്താ ചെയ്യുക? നമുക്ക് കഷ്ടപ്പെട്ട് വാട്ടർ പാർക്ക് സിമുലേറ്ററിന് കിട്ടിയ പൈസേനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഷോപ്പാണ്. അപ്പോൾ കിലോ കാട്ടം. അപ്പോൾ നമുക്കിത് നേരാക്കിയിട്ട് കാണാം ഗൈസ്. വീണ്ടും ക്ലീനാക്കി വന്നിരിക്കുകയാണ്. കുറേ സമയത്ത് ഇത് പണിയാണ്. ഇപ്പോൾ ഞാൻ എന്താക്കി, പിന്നെ ആൾ വീണിട്ടുണ്ടായ മെഷീനല്ല, ഇവിടെ സൈഡിലേക്കൊന്ന് എടുത്ത് മാറ്റി. പക്ഷേ ഇതിൽ പറയുന്നത് കമ്പ്യൂട്ടർ വേണം. കസാരയിലുണ്ട്, അപ്പോൾ കസാര വെച്ചു. ഒരു മൗസ് പാക്ക് വേണം, ഒരു മോണിറ്റർ വേണം. അത് വേണം. നമുക്ക് ഇതിപ്പോൾ മേണിക്കണ്ടേന്ന് ഓർമ്മയുണ്ട്. എങ്ങനെ മേണിക്കണ്ടേ? വർക്കാവോ? ഇലക്ട്രിസിറ്റി ഓണാക്കിയിട്ടാ. മൈ ഗോഡ്, ഇലക്ട്രിസിറ്റി ഓണാക്കാൻ മറന്നു പോയാച്ചേ. നമുക്ക് ഇലക്ട്രിസിറ്റി ഓണാക്കി തരാം. ഇലക്ട്രിസിറ്റി ഓണാക്കും. ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം കഴിഞ്ഞു. നമുക്ക് ഓണാക്കാൻ എന്നിട്ട് ഇന്നെന്ത് കിട്ടും? എന്താണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഗൈസ്. ഒരിക്കൽ തുറക്കടേ. മേണിക്കണ്ടേ? എൻ്റെ മുമ്പ് കളിച്ചതിൽ ഇലയിലോ അല്ല ഞെക്കിയൊക്കെ പറയും. കഫേ എന്താണ്? ഫുഡ് മേണിക്കേണ്ട എന്തോ ഓപ്ഷൻസാണ്. നമുക്ക് പുറത്തേക്ക്. ഇതെന്താണ്? ഇൻ്റർനെറ്റ് കഫേ സിമുലേറ്റർ. അത് നമുക്കറിയില്ലേ. പറഞ്ഞാണ് അറിയാതെ നമുക്ക് കയറ്റുമോ? ഇതിലും തോന്നുന്നു ഗൈസ് മേണിക്കേണ്ടത്. ആമസോറാ ഇതിലേക്ക് നമുക്ക് കണ്ട അത് തോന്നിയിരുന്നു. എൻ്റെ അമ്മ, എന്ത് പൈസയുടെ മോണിറ്ററാണ് നോക്ക്. 900 തോന്നിയത്. ആദ്യത്തിൽ ബാലൻസിന് 1500, 390 അറ്റയിൽ അല്ല 1990. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മോണിറ്ററാണ്. കുറച്ച് വില കൂടി തോന്നിക്കുക. 420 ഒന്ന് മേടിക്കാം.
പിന്നെ ഒരു എ സി വെച്ചെങ്ക 15 പൈസ. ഓ ഇത് മനസ്സിലാ 1500 ആ ഭാഗത്ത് നോക്കിയേ വേണ്ട. നമ്മൾ അത് മേടിക്കുമ്പോൾ നല്ല തന്നെ മേടിക്കുക, പൈസ കൂടി. എന്തായാലും മേടിക്കുന്നെങ്കിൽ ഞാനത് 1600 മേടിക്കൂ. പിന്നെ ഇതെന്ത് ഈ സാധനം വേണ്ട, ഫാൻ വേണ്ട, കസാര അത്ര പൈസ എടുത്ത് വിളിച്ച്. ഓ വെറും 1600 തന്നിട്ടും ഇത് സാധാരണ അല്ലേ? വെറുതെ പറഞ്ഞതാണ് കേട്ടോ. എന്ത് പൈസയാണല്ലോ എല്ലാത്തിനും ഒടുക്കത്തെ വില. ഇതെന്തെല്ലാം ഇട്ടു? ഞാൻ വേറൊന്നും ഇട്ടിട്ടല്ലോ. വേറൊന്നും ഇനി പോകണ്ടല്ലോ. എനിക്ക് നേരെ ഓർമ്മയില്ല കേസ്. ഇതൊക്കെ മതിയാവും. മൗസ് ഓണിച്ചിട്ട മൗസ് അടപ്പില്ലേ? മോണിറ്റർ കാണിച്ചിട്ട് ഇത് 550 മോണിറ്റർ ഇട്ടിട്ട് 550 അതെടാ മൗസ് ഒരു 190 ഇരിക്കട്ടെ. പിന്നെ ടേബിളുണ്ട്. വേറൊന്നും വേണ്ടാന്ന് തോന്നുന്നു. നമുക്ക് എത്ര സാധനം ആദ്യം ഓർഡർ ആക്കാം ഗൈസ്. അതിന് ശേഷം ഇവിടെ എന്തെല്ലാം ഉണ്ടല്ലോ നമുക്കെല്ലാം നോക്കാമല്ലോ. ബില്ലുണ്ടാ? ആദ്യമായിട്ട് കട തുറന്നതില്ല, അപ്പോഴേക്ക് തന്നെ ബില്ലുണ്ടായ കണക്കായി. ഇതെന്താണ്? നമുക്ക് ഗെയിം കളിക്കാൻ സ്പിന്നർ. ഇതെന്ത് ഗെയിമാണ്? കളിക്കാനറിയില്ല. എൻ്റെ പൈസ കയറില്ല. 5 ആപ്പിൾ തൊട്ട് സ്പിന്നാക്കാല. എൻ്റെ പൈസ തോന്നുന്നില്ലല്ലോ. എൻ്റെ പൈസ ഔട്ട് ഓഫ് സ്പിന്ന് മുട്ടായി ഇട്ട് പോകും. പിന്നെ നമുക്കിതെല്ലാം നോക്കാമല്ലോ ഗൈസ്. അപ്ഗ്രേഡ്സ് ആണ്. എന്തെല്ലാം അപ്ഗ്രേഡ്? പിന്നെ നമുക്കൊരു കാര്യം ഓർമ്മ, ഇവിടെ നമ്മൾ ഓണാക്കി വെക്കേണ്ടതെന്നൊക്കെ ഉറപ്പുണ്ട്. ഷുവറാണ്. ഇവിടെ നിന്നാണ് എനിക്ക് നല്ല ഓർമ്മ. ഇവിടെ നമ്മൾ എന്തോ കൊടുക്കണം, റിക്വസ്റ്റ്. ഇത് തന്നെ. അപ്പോൾ സാധനം വന്നിട്ടുണ്ടോ നോക്കാം ഗൈസ്. സാധനം എന്താണ് വരാത്തത്? നമുക്ക് ലൈറ്റ് ഓണാക്കിയേക്കാം. ലൈറ്റ് ഓണാക്കിയല്ലോ വന്നിരിക്കുന്നു. യെസ് അങ്ങനെ വന്നിരിക്കുന്നു ഗൈസ്. ഇത് ഞാൻ ഇടയ്ക്ക് ആടെ സ്ഥലം കൊണ്ടിരിക്കുന്നില്ല. സ്ഥലം അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വന്ന മോപ്പ്, അതുകൊണ്ട് ഞാനിത് പുറത്തിട്ട്. നമുക്ക് ഈ സൈഡ് വെക്കാം. നമുക്ക് എന്നാൽ 1 2 3 4 5 6 7 8 9 10 നമുക്കിപ്പോൾ ആ സൈഡ് വെക്കാം ഗൈസ്. ഇവിടെയാണ് വെക്കുന്നത്. താഴെ വെച്ചേക്കാം. താഴെ വെക്കാൻ കഴിയും നമുക്ക്. ഇത് ഓവർ ഈടെ വെക്കാം. ഈടെ കറക്റ്റാണ്. അടുത്ത് നമുക്ക് അവിടെ പോയിട്ട് ഓർഡർ ആക്കിയിട്ട് ഇത് നമുക്ക് സെറ്റിങ്സ് പോയിട്ടൊന്ന് നേരെ ആക്കാം. സെറ്റിങ്സിന് ഭയങ്കര സ്പീഡാണ്. സെറ്റിങ്സ് 0 വേണ്ട, ഒരു ക്വാളിറ്റി ഒന്ന് നമുക്ക് കുറച്ച് കൂട്ടാം. മീഡിയം ഇടാം. മീഡിയം ഇട്ട് അവിടെ എന്ത് രസമോ. ഹൈ ഇട്ട് നോക്കിയാൽ ഹൈ ഇട്ടിട്ട് കളിക്കാം ഗൈസ്. ഏടാ റെസ്യൂം. വണ്ടർഫുൾ ക്വാളിറ്റി. ഹൈ നമ്മൾ നല്ല പാണ്ട് ഗൈസ്. നമുക്ക് സെൻസിറ്റി കുറക്കണം. വേണ്ടെത്തിയിരുന്നുണ്ട്. നമുക്ക് അടുത്തത് മോപ്പല്ല, ഇതെടുക്കുക ഗൈസ്. അൽമ്പിൻ്റെ മോപ്പ് കാണെങ്കിൽ അങ്ങ് പോപ്പുണ്ടായിരുന്നു. അങ്ങോട്ട് പോടാ. മൗസിൽ എച്ചക്ക് ഇല്ലു അത്രക്കില്ല. ബോക്സ് ഇട്ട് പോകണമെന്നില്ലായിരുന്നു. മീഡിയം ഇട്ടാൽ ഭയങ്കര കൺട്രോൾ. സ്റ്റെക്ക് ഉണ്ട് നല്ലോണം. ഭയങ്കര സ്റ്റെക്കാണ് ഗൈസ്. അപ്പോൾ നമുക്കത് മീഡിയം ഇടാം. ലോ അല്ല, മീഡിയം ഇടാം. റീസെറ്റ് പേഴ്സൺ നമുക്ക് സെൻസിറ്റി 0 ഇടാം ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി സ്റ്റെക്ക് കുറയുമെന്ന് വിചാരിക്കാം. പോകുന്നേയില്ല ഇപ്പോൾ. ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കുറേ ആക്കിയെങ്കിൽ പോയിക്കൂടും. അതാണ് ഒരു രസം അല്ലേ ഗൈസ്? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇത് ബിൽഡാക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. നമ്മൾ ബിൽഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഓപ്പൺ ആക്കാം ഗൈസ്. ഒരുപാട് ലോങ് ആണെന്നുണ്ടോ ഡൗട്ട് ഇട്ട് ഇതൊരു 5-6 നാളെ നോക്കട്ടെ. നമുക്കിതിപ്പോൾ നിർത്താൻ നോക്കാം. വെയിറ്റ് ഫോർ ദ ഫസ്റ്റ് കസ്റ്റമർ ടു അറൈവ്.
ഒരു കസ്റ്റമർ ആയിരുന്നു തീറ്റാക്കടൂല. വന്നു ഒരു പെണ്ണുപിള്ള വന്നു. എത്ര പൈസയാവും? അപ്രൂവ് ആക്കാം. എന്തെങ്കിലും ആയിക്കോട്ടെ. കേല ആയിക്കൊണ്ടൊക്കെ. അയ്യോ കള്ളൻ, പന്നിക്കള്ളൻ. ഈ കള്ളന്മാരെ ചൊറയുണ്ട്. ആരാണ് വെച്ചാൽ ആളെടുത്തപ്പോ ഇതെന്ത് മായാജാലം. ഇവിടെ വേസ്റ്റ് ഇട്ടിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അലമ്പ് വണ്ണം പിള്ള. നമുക്കാദ്യം സ്പ്രേ അടിക്കാം. ഇവിടെ സ്പ്രേ കുറച്ച് മണത്തിൻ്റെ കുറവുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് കുറച്ച് സ്പ്രേ അടിച്ചു. പിന്നെ ഒരു കള്ളനുണ്ട് നമുക്കറിയാം. മറ്റൊരു തൊപ്പിയിട്ടിട്ട് വരുന്നതാണ് കള്ളൻ. നമുക്ക് എനർജി വെക്കാം. കഫേ, ഫിസിക്കൽ അബിലിറ്റീസ്. നമുക്ക് ബാക്കി എത്ര പൈസ? ഇവനൊട്ടും അടക്കാൻ പാടില്ല. ഇവൻ പോകുമ്പോൾ കണ്ടിരിക്കണ ഇവൻ്റെയൊക്കെ ബാറ്റില്ല. മറ്റേ ചെയ്തെല്ലാം കഴിയുന്നതാണല്ലോ. കിട്ടി ഗൈസ്. അവനെ കൊല്ലുപോ. ഇവിടെ നിൽക്കടാ പട്ടി. ഇവിടെ നിൽക്കടാ. എനിക്കെന്താ കോസ് മോനെ. ബസ് തന്നെക്ക് ഇവിടെ ചത്ത്. ഏതോ ഒരു ഫൈറ്റ് ഞാൻ പോയിട്ട് വെച്ച് അതിൻ്റെ അടുക്ക് പണ്ടാരം പിടിച്ച ഇതും ലൈഫ് ഇത്രയുള്ള വരുന്നുണ്ട് ബാക്കിൽ. പിടിക്കാൻ വരികയാണ്. നമുക്ക് ഇതിലെ പോയിട്ട് പീടിയിലേക്ക് പോകാൻ നശിപ്പിച്ചവൻ പോകുന്ന പോലെ പിടിക്കുന്നല്ല. സത്യം പറയണ ഭയങ്കര സ്റ്റക്ക് ചെയ്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഞാൻ നോക്കിയിട്ടില്ല ഗൈസ്. കഴിയുമെന്ന് നോക്കട്ടെ. ഇത് ഭയങ്കര സ്റ്റക്ക് പിടിക്കണം. എന്തേന്ന് അറിയില്ല. അക്കൊന്ന് ചിലപ്പോൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതിനായിരിക്കും. രണ്ടാൾ വന്നു തോന്നുന്നു. ഓ മൈ ഗോഡ്. ഓർത്തത് നെറ്റിനും വെച്ചക്കൂലാണ്. എന്നെനിക്ക് അറിയില്ലേ. 500 ഉറുപ്പ്യുണ്ട്. ഒരു 500ൻ്റെ മോണിക്കാണ് ആ സാധനം മണിക്ക്. എന്തോ പറയാറുണ്ട്. ഏതാടാ എന്നിട്ട് കളിക്കുന്നത്? ആരുമില്ലല്ലോ. പുറത്തെ അപ്രൂവ് കൊടുക്കുക. പൈസ കിട്ടിയത്രയില്ലേ. ഏത് കുത്തിന്ന് നോട്ട് ഇൻ്റർനെറ്റ് കഫേ കഫേ നോ ഗെയിംസ് ഐ വാണ്ട് എ ഗെയിമില്ലാതെ ഗെയിം ഞാൻ കയറ്റാൻ കഴിയും. എങ്ങനെ കയറ്റേണ്ട എനിക്ക് അറിയില്ല. നീലെല്ലാം ഗെയിം കയറ്റാനുണ്ടപ്പം ഡൗട്ടുണ്ട്. ഗെയിം ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് അപ്രൂവ് നമുക്കൊന്നും വരുന്നില്ലല്ലോ. നമുക്കിൽ ഗെയിം അങ്ങനെ കയറ്റുന്നില്ല. ഈ സെറ്റ് ക്യാബിൻ കഫേലും ഉണ്ടല്ലേ അപ്പം ചുപ്പ ഇത് മറ്റേ പണ്ടാരം വെച്ചേ വേറെ ഒന്നും തൊഴിൽ. ഈ ഷർട്ടിൻ്റെ ഗെയിംസ്. ഇത് നമ്മളെ കയ്യിൽ നമുക്ക് ഗെയിം വേണം. എല്ലാവർക്കും ഗെയിമിനോടാ ഇൻട്രസ്റ്റ്. സ്റ്റാറ്റസ് വാട്ട് ഈസ് ഓപ്പൺ ആൻഡ് വേഴ്സേക്ക് 12,000 10 ഉറുപ്പ്യ തന്നാട്ടെ. നമുക്ക് നോക്കാം. ഒന്നാമത് ചൊടി വെച്ചിട്ടുണ്ട്. സ്റ്റെക്കാണിത് അൽമിൽ. എവിടെ എന്തായി? വി ആർ ബ്ലാക്ക് ഔട്ട്. എന്ത് പ്രശ്നമാണ്? മനസ്സിലായി. കറക്റ്റ് ടൈമിന് ഉറങ്ങിയിട്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ശല്യമുണ്ട്. എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഞാൻ ആദ്യം ചിന്തിപ്പ് അപ്പോൾക്ക് പോലെ കാര്യം മനസ്സിലാന്ന്. ഉറങ്ങാനിട്ടാന്ന് വന്നോണ്ടിരുന്നല്ലോ. തുറക്കേ. എൻ്റെ ദേഷ്യം എത്തുന്ന എന്താക്കണക്കിനപ്പം അതായി എന്താ പോകാത്ത ചങ്ങായിരിക്കാ. ഇവിടെ എന്തായിരിക്കുന്നാലും ആയിക്കോട്ടെ. എന്തുകൊണ്ടാണ് നമുക്കിപ്പോൾ വരുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. കൈസ് കാര്യങ്ങൾ വന്നു നോക്കും. ഒരുപാട് ലോങ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം ഗൈസ്. എൻ്റെ മനസ്സ് പറയുന്ന കുറച്ച് ലോങ് ആയെന്ന്. വേഗം പാടാൻ മോനെ. ഇങ്ങനെയല്ലോ കൊല്ലത്തിലൊരിക്കൽ ഒരു പ്ലെയർ വരും. ഈ ഒരാൾ വരും. അപ്പം പോയിട്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും. മൈക്കഫി ഇതെന്ത് സാധനം? ഒരു ഓർമ്മ വിട്ടോ
ഓ ഇത് വാങ്ങിച്ചങ്ങ് കുറച്ചും കൂടി പൈസ ആയിട്ട് നമുക്കിത് മേടിക്കാം. നമുക്കിപ്പോൾ ഗെയിം വേണം ഗെയ്സ്. എവിടെയാണ് ഗെയിം? ഏന് നോക്കാത്തിത് നോക്കിയാൽ ഇല്ല. ഇതിൻ്റെ പൂർ കേസ് ബെസ്റ്റ് കേസ് അതെന്തോ ആപ്സിലൊക്കെയെങ്ക സ്പോട്ടിഫൈ കയറ്റ, സ്റ്റീമോ പ്ലാറ്റ്ഫോം മെയിനത് വൈറസിന് കയറ്റ. ഇതിൽ എംപ്ലോയിനൊക്കെ അറിയാം. അപ്പോൾ എംപ്ലോയിൻ്റെ കയറ്റ, CDM എല്ലാം കയറ്റിയേക്കാം നമുക്ക്. ഏത് വൈബ് കമ്പനിയും സ്പോട്ടിഫൈ എല്ലാം കയറ്റി അങ്ങനെ നമുക്ക് പാട്ട് വെച്ചേ തുള്ളാൻ കേസ്. അതേ നമുക്കിത് നോക്കാൻ ബാക്കിയില്ല. ഇതെല്ലാം നോക്കി ഇനി ഇത് നോക്കാമെന്ന്. ഇതുമില്ല. ഇനി ഇവിടെ നോക്കാൻ ഇത് നോക്കിയാൽ ഇതുമല്ല, പിന്നെ അതുമല്ല. എനിക്കറിയുന്നില്ല ഗൈസിൽ അങ്ങനെ ഗെയിം കയറ്റാമെന്ന്. ഗെയിം കയറ്റില്ല അങ്ങനെ എന്തോ ഉണ്ടായി, എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. ഇതെന്ത്ര മീത്ത പോവാത്തെ? ചങ്ങായി മീത്തിലേക്ക് ബലിയിടാ. മീത്ത വിളിച്ചു. എനിക്ക് വേമ്പാനെ, എനിക്ക് വേമ്പാറേ ചങ്ങായി മോനെ. കിട്ടി. ഇതിനാന്ന് ഞാൻ പറഞ്ഞത്. ഒരു 500 ഇത് മേടിച്ചേക്കാം. എന്താക്കാം? 560 രൂപയും ഇല്ലാത്തൊരു പൊട്ടനായിപ്പോയി ഗീസ്. അത്രയും പോകുന്ന എൻ്റെ പൈസ എടുക്കാനില്ല. ബാറ്റ് കൈമ്മ പിടിച്ചേക്കാൻ ചില ആൾ പൈസ തരാതെ പോന്നു. അതിൽ ഒരുത്തിനാവാൻ പാടില്ല കേട്ടോ. ഇങ്ങോട്ട് വാടാ നീ. ഈ പൈസ തരാതെ പോയാൽ ഞാൻ നിന്നെ കൊല്ലും തരില്ല. പറഞ്ഞിട്ടാ വേണ്ട. നിനക്കറിയില്ലേ കൊണ്ടിട്ട ഈ അതിൻ്റെ അടുക്കിൻ്റെ സ്റ്റെക്കും. പൈസ കിട്ടി. 180 രൂപ കിട്ടി. അപ്പോൾ നമുക്കൊരു 600ൻ്റെ നല്ലത് ഏതെങ്കിലും വാങ്ങിക്കാമല്ലേ? ഏത് മട്ടമോട്ടെ പൊള്ളിയമ്മോട്ടെ. നമുക്ക് പുതിയതൊന്നും മേടിച്ചേക്കാലോ. അതിൻ്റെ അടുക്ക് സ്റ്റെക്ക് ഒരു 600 മേടിക്കാം. നമുക്ക് ഇതിൽ നിന്നും പൈസ കിട്ടും, അതിൽ നിന്നും പൈസ കിട്ടും. നമുക്ക് ഇതൊന്ന് മേടിക്കാം. ഓർഡർ ഒരു 640 ഓർഡർ. ബാക്കി 96 രൂപ. നമ്മൾ പിച്ചക്കാരനായിപ്പോയി ഗായ്സ്. എന്താ ചെയ്യുക? ഇതിലേക്ക് വാൾപേപ്പേഴ്സ് ഉണ്ട്. വാൾപേപ്പർ മാറ്റാൻ നമുക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഈ വാൾപേപ്പർ എടുക്കാം. കമ്പ്യൂട്ടേഴ്സ് നമുക്ക് പൈസ കിട്ടാൻ കഴിയും. ചാർജ് പൈസ കിട്ടാൻ നമുക്ക് എംപ്ലോയിനെ ആരെങ്കിലും മേടിക്കാൻ. ഒരു ബോഡി ഗാർഡിന് മേടിക്കാം 300 രൂപ എടുത്താൽ 5 ദിവസത്തേക്ക് 300. പിന്നെ ഒരു ക്ലീനറിന് മേടിക്കാം 3 ദിവസത്തേക്ക് 600 രൂപ. ഇതെടുപ്പ എങ്ങോട്ട് തിരിടാ മോളൂസേ. ചങ്ങായി പൈസ തരാതെ പോയി. നിന്നെ ഞാൻ പിന്നെ എടുക്കാളാ. ഞങ്ങ അതോടെ രാജ്യം വിട്ട് കാണും. നമുക്ക് ദേഷ്യം വരുന്നു. ടൈം അവളേയിലെ ഓടി പറഞ്ഞേ. എന്തായിട്ട് നമുക്ക് ഇതിൽ ചുറ്റി വെക്കാൻ കഴിയും. എന്തായിട്ട് അവൾ ഇവിടെ എങ്ങും ഉണ്ടാവും. ഇതിനൊക്കെ ഉറപ്പാണ്. അവൾ പാഞ്ഞ് രക്ഷപ്പെട്ടു. എൻ്റെ പൈസ പോയി ഗൈസ്. അപ്പോൾ ആ പെണ്ണുമ്പിള്ള ആദ്യം കൈമ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മേടിക്കാതെ പോയി. അതെൻ്റെ ഒരു പമ്പൽ. ഇപ്പോഴോ അത് മേടിക്കട്ടെ ഗൈസ്. ഒന്നാം മെയിൻ ഇഷ്യൂ നെറ്റാണ് സ്റ്റക്കാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ ഞാൻ എന്തായിട്ട് മേടിക്കട്ടെ? കമ്പ്യൂട്ടർ നിന്നലെ പിന്നെ അതിനടുത്തോളാ. ജസ്റ്റ് 5 ദിവസം പോയി പ്രീമിയർ 5 ദിവസം പോയി പ്രീമിയർ ആയിക്കോണി. പിന്നെ മൈനർ എംപ്ലോയീസ് ഉണ്ട്. ബൗച്ചർ ഇവനാണിക്കാം. ഇവനൊരു 260 ഉറുപ്പില്ല 3 ദിവസത്തേക്ക്. 150 പൈസ നെഹിഹേ. പൈസ ഇല്ല. 5ൻ്റെ പൈസ കയ്യിലില്ല. ലോ ഇല്ലല്ലോടാ. ഇതെന്നെ ഗെയിം കയറ്റണ്ട്. ഇപ്പം കാര്യങ്ങൾക്ക് പിടികിട്ടി. ഒരു ഗെയിം കയറ്റാൻ 120 രൂപ വേണം.
നമുക്ക് എന്തായാലും ബാറ്റ് കൈമാനം പിടിക്കാം. അതിന് ശേഷമേ വേണ്ടു. നക്ഷത്രം 4 കിട്ടി. നമുക്ക് ഇത് കൂട്ടാം. ഒരു നക്ഷത്രം അപ്പോഴേക്ക് ഇത് കഴിഞ്ഞ ഫിസിക്കലിന് എത്ര വേണോ? 12. ഇനെത്ര 38 വേണോ? ഇനെത്ര 9 എണ്ണം. 35 എബിലിറ്റീസ്. എനിക്ക് പൈസ കൂട്ടാൻ എനിക്കിതാ. എനിക്കിതെന്താ നോക്കുന്ന നോക്കിയെങ്ക. കഴിഞ്ഞ പൈസ തന്നിട്ടെങ്കിൽ തല്ല് മേടിക്കൂല. അത് നീ അറിയുന്നതുകൊണ്ട് നീ പൈസ തന്നു. അങ്ങനെ നല്ലവനാണ് എല്ലാവരും. എന്നാലും എനിക്ക് എന്തൊരു നല്ലതായിരുന്നു കേട്ടോ. ഇത് ഇലക്ട്രിസിറ്റി ഓഫ് പണ്ടാരം മുച്ച ഇലക്ട്രിസിറ്റി അപ്പോഴേക്കിട്ട് നിങ്ങൾക്ക് ഓഫാക്കണം. എന്തിനു ഓഫാക്കുന്നത്? നിങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. ഗെയിമുകൾ വേറെ ആരെങ്കിലും ഇപ്പോൾ കളിക്കുമ്പോൾ ഓഫാക്കും. അത് ഭയങ്കര ഒരു ശല്യമാണ് ഗസ്. നമുക്ക് പിന്നെ ഒരു കാര്യം, ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നതിന്. ഒരു കാര്യം, മൈൻഡ് സ്റ്റേഡിയം അങ്ങനെ പറയാം. മൈൻക്രാഫ്റ്റ് ഞാൻ കയറ്റിയിരിക്കുകയാണ്. അടുത്ത ആളിൻ്റെ കളിക്ക് നോക്കാം. എനിക്ക് കമ്പ്യൂട്ടർ ആൾ കയറി അതൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്തില്ല. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് ബായ്. പിന്നെ ഇതിൻ്റെ 2-3 പാർട്സ് എന്തായിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.